പി ജയരാജൻ 4,10,000 വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുന്നത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലും എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ജനങ്ങൾ വോട്ട് ചെയ്തില്ല എങ്കിൽ അത്രയും വലിയൊരു ഭൂരിപക്ഷം സ്വന്തമാക്കാൻ കഴിയില്ല. ന്യൂനപക്ഷ വർഗീയത, മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ, ഇതൊക്കെ കൊണ്ടാണ് ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിലേക്ക് പോയത് എന്നുള്ളത് സി പി എമ്മിന്റെ നിലപാടായി സ്വീകരിക്കുന്ന ഒരു പ്രതികരണമാണോ? ഇവിടെ സഖാവ് വിജയരാഘവൻ വയനാട് CPM ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് CPIM മുസ്ലിം വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാനാണ് പലരും പരിശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ വശവും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പള്ളിയിൽ നിന്ന് തുടങ്ങി 3 പള്ളിയിലേക്ക്, പിന്നെ 300 പള്ളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് RSS സംഘപരിവാരം ഇന്ത്യയിലെമ്പാടുമുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വിട്ടിട്ടുള്ള കടന്നാക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ RSS സംഘപരിവാരം രാജ്യത്തുടനീളം നടത്തുന്ന വർഗീയമായിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അവസരവാദപരമായിട്ടുള്ള സമീപനവും തുറന്നു കാണിച്ചു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നില്ലേ? കോലീബി സഖ്യം മറന്നുപോയോ? 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS മത്സരിച്ച പട്ടാമ്പി മണ്ഡലത്തിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നടത്തിയ ഹീനമായിട്ടുള്ള ശ്രമം മറന്നുപോയോ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ വേണ്ടി RSSകാരെയും ജനസംഘക്കാരെയും അന്ന് കൂട്ടുപിടിച്ചു. 91 അവര് BJPയുമായിട്ട് കൂട്ടുകിട്ടുണ്ട്. അങ്ങനെയാണ് കോലീബി സഖ്യം. അതേക്കുറിച്ച് KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ പാഴായ പരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചല്ലോ. RSSകാര് തന്നെ അത് പറഞ്ഞു വെച്ചല്ലോ. അപ്പോൾ കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ കൂട്ടുകെട്ടാവാം. ഇവിടെ കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് RSSന്റെ ഹിന്ദു ഏകീകരണ ശ്രമത്തിന് ബദലായിട്ട് മുസ്ലിം ഏകീകരണ ശ്രമം നടക്കുകയാണ്. അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ലീഗ് തന്നെ ജമാഅത്തവൽക്കരിക്കപ്പെടുന്നു. ജമാഅത്തും ലീഗുമായിട്ട് കുറച്ച് തർക്ക പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. 2010 തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിട്ടുള്ള ജോസഫ് മാഷയുടെ കൈവെട്ടുതിനെ തുടർന്ന് കോട്ടക്കലിൽ മുസ്ലിം ലീഗ് വിളിച്ചിട്ടുള്ള സമുദായ സംഘടനാ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി നിർത്തി. അതിനുശേഷം കണ്ടിട്ടുള്ളത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ SDPIയെയും ലീഗ് കൂട്ടുപിടിക്കുന്നു. അതിന് കാർമ്മികത്വം വഹിക്കുന്നു കോൺഗ്രസ്. പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. കോൺഗ്രസിനെ പിന്തുണക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി വരുന്നു. അവര് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ്. അവര് മതരാഷ്ട്രവാദികളാണ്. ഹുക്കുമത്തെ ഇലാഹി എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് RSSന് ബദലായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് അവര്. അപ്പൊ അത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയ ഏകീകരണം നടത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതിന്റെ ആനുകൂല്യത്തിൽ രാഹുൽ ഗാന്ധി വോട്ട് നേടി എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്.